നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ നഗരപരിധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മണലാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നാണ് ഇപ്പോൾ അമ്മ അതിന് അവസരം ഒരുക്കി തന്നിരിക്കുന്നത്. ചില പുണ്യഭൂമികൾ അങ്ങനെയുണ്ട്, നമ്മളെ ഇങ്ങനെ തുടർച്ചയായി ആകർഷണം തന്നുകൊണ്ടേയിരിക്കും. ഈ ക്ഷേത്രത്തിൽ എന്താണ് നമ്മളോട് പറയുവാനുള്ളത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഊഹവുമില്ല. അമ്മ എന്തൊക്കെയോ പറയാനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. നമുക്ക് ആ അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ ക്ഷേത്ര വിശേഷങ്ങളിലൂടെ സഞ്ചരിക്കാം. തൃശൂർ ജില്ലയിൽ തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായി തൃശൂർ ഷൊർണൂർ പാതയോട് ചേർന്ന് വിയ്യൂർ മണലാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പ്രൗഢഗംഭീരമായ ക്ഷേത്ര ഗോപുരങ്ങളും ഒരു കാവിനെ അനുസ്മരിപ്പിക്കുന്ന ഹരിതാഭയുമാണ് ആദ്യമായി ഈ ക്ഷേത്രം ശ്രദ്ധിക്കുവാൻ കാരണമായി തീർന്നത്. നെയ്തിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വ്ലോഗ് ചെയ്ത വേളയിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 10-ാം ഉദയം വേല ദിവസം നെയ്തിലക്കാവ് ഭഗവതിയുടെ അനുജത്തിയായ വിയ്യൂർ മണലാർക്കാവ് ഭഗവതി നൃത്തത്തിൽ നടതല്ലി നെയ്തിലക്കാവിൽ എത്തുന്നതും പിറ്റേ ദിവസം രാവിലെ 2 ഭഗവതിമാരും ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചാണ് പിരിയുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ക്ഷേത്രനാമം ഹൃദയത്തിൽ പതിഞ്ഞതാണ്. പ്രഥമ ദർശനത്തിൽ വളരെ ഭംഗിയായി പരിപാലിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ക്ഷേത്ര ഗോപുരങ്ങളുണ്ട്. 3 നിലകളോടുകൂടിയ പടിഞ്ഞാറ് ഗോപുരം അതിബൃഹത്തും അതിമനോഹരവുമാണ്. ക്ഷേത്ര ദർശനം കിഴക്കോട്ടാണ്. കിഴക്ക് ഭാഗത്ത് മനോഹരമായ ഒരു കുളമുണ്ട്. കുളവും കഴിഞ്ഞിട്ടാണ് കിഴക്കേ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിൻ്റെ ഇരുവശത്തു കൂടിയുള്ള നടപ്പാതയും കിഴക്കേ ഗോപുരത്തിൽ നിന്നുള്ള ക്ഷേത്ര ദൃശ്യവും കുളത്തിനു ചുറ്റുമുള്ള നിർമ്മിതികളും ഉൾപ്പെടെ ഈ ക്ഷേത്ര കാഴ്ചകൾ എല്ലാം തന്നെ കുറ്റമറ്റതും മനോഹരവുമാണ്. കുളം കഴിഞ്ഞാൽ വലിയ നടപ്പുരയിലേക്കാണ് എത്തുന്നത്. ദീപസ്തംഭമുണ്ട്, പലിക്കല്ല്, കൊടിമരം എന്നിവയില്ല. നാലമ്പലത്തിനകത്തുള്ള കാഴ്ചകൾ ലളിതമാണ്. ഒരു നില ചതുര ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ജഗൽജനനി വിയ്യൂർ മണലാർക്കാവിലമ്മയായി പരിശോഭിക്കുന്നു. വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണ്. ഗോളക ചാർത്തിയിട്ടുണ്ട്. ശ്രീകോവിലിനു മുമ്പിൽ ചെറിയ നമസ്കാര മണ്ഡപമുണ്ട്. ശ്രീകോവിലിനൊരു ദ്വാരമുണ്ടെന്നും അതിലൂടെ പ്രകൃതിയുടെ പരിലാളനകൾ ദേവിക്ക് ലഭിക്കുന്നുണ്ടെന്നും അതിനാൽ നനദുർഗാഭാവവും ഇവിടെ വാഴുന്ന ദേവിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. മേൽശാന്തിയുടെ വാക്കുകളിൽ നിന്നും മണലാർക്കാവിലമ്മയ്ക്ക് ഭദ്രകാളി ഭാവമാണ് ഉള്ളത് എന്നാണ് മനസ്സിലായത്. ഇവിടെ കണ്ട ചിത്രങ്ങളിൽ ദേവിക്ക് നിൽക്കുന്ന രൂപമാണ്. ദേവീ രൂപത്തിൽ 8 തൃക്കൈകളുണ്ട്. 6ലും ദിവ്യായുധങ്ങളും, 1-ൽ അസുരശിരസും മറ്റേതിൽ പാനപാത്രവുമാണുള്ളത്. ഈ ദേശത്തിൻ്റെ നാഥയായി തൻ്റെ ഭക്തജനങ്ങളെ പരിപാലിച്ചുകൊണ്ട് സർവേശ്വരി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. തട്ടകത്തിലെ ജനങ്ങൾ മാറാച്ചിയമ്മ എന്നും മണലാർക്കാവിലമ്മയെ വിളിക്കാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ആദ്യം ക്ഷേത്രം മൂത്തേടത്ത് മനവകയായിരുന്നു. പിന്നീട് അവർക്ക് ക്ഷേത്രം കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിയ്യൂർ മണലാർക്കാവ് ദേവസ്വമാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. നാലമ്പലത്തിനു പുറത്ത് നാഗയക്ഷി, ബ്രഹ്മരക്ഷസ്, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ എന്നീ പ്രതിഷ്ഠകൾ കുടികൊള്ളുന്നുണ്ട്. അയ്യപ്പസ്വാമി കിഴക്ക് ദർശനമായിട്ടും സുബ്രഹ്മണ്യസ്വാമി പടിഞ്ഞാറ്റ് ദർശനമായിട്ടും പരസ്പരാഭിമുഖമായിട്ടുള്ള സ്വതന്ത്രമായ ശ്രീകോവിലുകളിലാണ് കുടികൊള്ളുന്നത്. മതിൽക്കു പുറത്ത് ഹിഡുംബസ്വാമിയും കറുപ്പസ്വാമിയും കുടികൊള്ളുന്നുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയുടെ സേവകനും കാവൽക്കാരനുമായ ഹിഡുംബസ്വാമിയുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിക്കുള്ള പ്രാധാന്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിബൃഹത്തായ അതിമനോഹരമായ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഗോപുരത്തിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്.
രക്തപുഷ്പാഞ്ജലി, സൂക്തപുഷ്പാഞ്ജലികൾ, ത്രികാലപൂജ, ഭഗവത് സേവ, മുട്ടറക്കൽ, ബ്രാഹ്മണിപ്പാട്ട്, അയ്യപ്പസ്വാമിക്ക് പുഷ്പാഭിഷേകം, നെയ്വിളക്ക്, ഭരണിയൂട്ടുകൂറ്, ത്രിമധുരം, കഠിനപായസം, ശർക്കരപ്പായസം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉപദേവതമാർക്കും പ്രത്യേകം വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആദ്യത്തെ ഊരാള കുടുംബമായ മൂത്തേടത്തുമന ഇവിടുത്തെ പാരമ്പര്യ ശാന്തിക്കാരാണ്. മിഥുനത്തിലാണ് പ്രതിഷ്ഠാദിനം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമായ അതിപ്രശസ്തമായ മണലാർക്കാവ് വേല കാവടി മഹോത്സവം അഥവാ മണലാർക്കാവ് പൂരത്തിനു മുന്നോടിയായി മകരം 1 കളംപാട്ട് തുടങ്ങുന്നു. 30ാമത്തെ ദിവസമാണ് കളംപാട്ടോടുകൂടി വേല ആഘോഷങ്ങൾ നടക്കുന്നത്. മകരത്തിൽ 30 ദിവസങ്ങൾ ഇല്ലെങ്കിൽ കുംഭം 1 വേല ആഘോഷിക്കുക. മണലാർക്കാവിലമ്മയുടെ സവിശേഷമായ കുരുത്തോലപ്പന്തൽ ആർപ്പുവിളികളോടുകൂടി മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ ദേശം ഒന്നാകെ ഈ മഹോത്സവത്തിനായി സജ്ജമാകുന്നു. വേല ദിവസം ഇവിടെ എത്തുന്ന പൂക്കാവടികളും അമ്പലക്കാവടികളും അതിപ്രശസ്തവും അതിമനോഹരവുമാണ്. വേല സുബ്രഹ്മണ്യ സ്വാമിക്കും പൂരം ഭഗവതിക്കുമാണ് എന്നാണ് സങ്കല്പം. അനേകം ആചാര അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പകൽപൂരവും രാത്രിപൂരവും താളമേളങ്ങളും കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്ന ഈ ആണ്ടുവിശേഷം ഈ ദേശത്തിൻ്റെ മഹോത്സവമായി ഭക്തജനങ്ങൾ അതിവിപുലമായി ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ ലക്ഷാർച്ചന, കന്നിമാസത്തിലെ ആയില്യം പൂജ, നവരാത്രി ആഘോഷങ്ങൾ, തുലാമാസത്തിലെ പോത്തോട്ടം, വൃശ്ചികത്തിലെ ദേശവിളക്ക്, ധനുമാസത്തിലെ നെയ്തിലക്കാവിലേക്കുള്ള നടതല്ലിപ്പോക്ക്, സർപ്പബലി, മണ്ഡലം കളംപാട്ട്, കറുപ്പസ്വാമിയുടെ കലശം, സുബ്രഹ്മണ്യസ്വാമിക്ക് അഷ്ടാഭിഷേകം, കർക്കടക മാസാചരണം, മഹാഗണപതി ഹോമം എന്നിവയെല്ലാം മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. നാട്ടിലെ കർഷകരുടെയും ഉരുക്കളുടെയും ആയുരാരോഗ്യത്തിനായി പോത്തോട്ടം നടക്കുന്ന ഈ ദേവീക്ഷേത്രത്തിൽ പോത്തോട്ടക്കല്ല് സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്ര ഐതിഹ്യങ്ങൾ, കഥകൾ എന്നിങ്ങനെയെല്ലാം ഇനിയും ഒരുപാട് ഈ ക്ഷേത്രത്തിന് പറയുവാനുണ്ട് എന്ന് മനസ്സു പറയുന്നു. വാമൊഴികളായി ലഭിച്ച വിവരങ്ങളിലൂടെയാണ് മുഴുവനായും സഞ്ചരിച്ചത്. പ്രഥമ ദർശനത്തിൽ തന്നെ ആകർഷണം സമ്മാനിച്ച ഈ പുണ്യഭൂമിയിൽ ഇന്ന് എത്തിച്ചേരുവാനും മണലാർക്കാവ് വാഴും ജഗൽ ജനനിയെ ദർശിക്കുവാനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. അതീവ ചൈതന്യവത്തായ ഒരു ദേവീക്ഷേത്രം തന്നെയാണിത്. ജ്ഞാനസ്വരൂപിണിയായ അമ്മ ഇത്രയും നേരം അനുവദിച്ചു നൽകിയ ഓരോ അക്ഷരവും മണലാർക്കാവിൽ പരിലസിക്കുന്ന ആ ജഗദംബികയുടെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ഓം വിദ്യുദ്ധാമ സമപ്രഭം മൃഗപതിം സ്കന്ദസ്ഥിതം ഭീഷണം കന്യാഭിക്കരവാളഘേട്ടവിലസത് ഹസ്താഭിരാസേവിതം ഹസ്തൈ ചക്രഗദാസി ഘേടവിശിഖം ശാപം ഗുണം തജ്ജനിം ബിഭ്രാണ അനലാത്മികം ശശിരഥം ദുർഗം ത്രിനേത്രാം ഭജേ. മണലാർക്കാവിലമ്മ നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിട. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവി നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.